എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഇന്ന് നമ്മുടെ ചിന്താവിഷയം നമ്മുടെ വേദങ്ങളിൽ നാലാമത്തെ വേദമായ അഥർവവേദം, അതിലെ ഒരു പ്രാർത്ഥനാ മന്ത്രമാണ്. നമ്മളെ നിത്യപ്രാർത്ഥനയ്ക്ക് കൂട്ടത്തിൽ ഉപയോഗിക്കാറുള്ള ഒരു മന്ത്രമാണ് സ്വസ്തി പ്രജാഭ്യാം പരിപാലയന്താം ന്യായേന മാർഗേണ മഹീം മഹീഷ ഗോബ്രാഹ്മണഭ്യായ ശുഭമസ്തു നിത്യം ലോക സമസ്ത സുഖിനോ ഭവന്തു. ഈ മന്ത്രം ഇന്ന് ഈ അടുത്ത കാലത്തായിട്ട് ഏറെ വിമർശിക്കപ്പെടുകയും ഏറെ പരാമർശിക്കപ്പെടുകയും വിവാദമാക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ പറ്റും. വിവാദമാക്കുക എന്ന് പറഞ്ഞാൽ മന്ത്രത്തെക്കുറിച്ചൊന്നും അറിയാത്തവരല്ല, മന്ത്രങ്ങളുടെ അർത്ഥവും അതിൻ്റെ വ്യാപ്തിയും പൂർണ്ണമായിട്ടും അറിയുന്നവർ തന്നെ അതിനെ വിവാദമാക്കുമ്പോൾ അവരുടെ ഉള്ളിൽ ചില ദുരൂഹതകളുണ്ട് ദുർവ്യാഖ്യാനം ചെയ്യുമ്പോൾ. അതായത് പുതിയ തലമുറയെ ആധ്യാത്മിക കാര്യങ്ങളിൽ നിന്നും അല്ലെങ്കിൽ സനാതന ധർമ്മത്തിൽ നിന്നും വഴിതെറ്റിച്ച് വിടാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു യജ്ഞം എന്ന് വേണമെങ്കിൽ ആ ഒരു പരിശ്രമത്തെ പറയാം. അപ്പോൾ ഈ മന്ത്രത്തിൻ്റെ അർത്ഥം വ്യക്തമായിട്ട് അറിയാവുന്ന ഭാഷയിൽ ഒന്ന് വിവരിക്കാമെന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതിനു മുമ്പായിട്ട് നമ്മുടെ വേദത്തെക്കുറിച്ചൊരു ചെറിയ അറിവ് നമുക്കുണ്ടായിരിക്കണം. വേദങ്ങളുടെ കാലഘട്ടം എന്ന് പറയുന്നത് ഏതാണ്ട് BC 2000 മുതൽ 5000 വരെ വർഷങ്ങൾ, അതായത് ഇന്നേക്ക് ഒരു 4000 മുതൽ 7000 വർഷങ്ങൾക്ക് ഉള്ളിൽ അല്ലെ മുൻപ് എഴുതപ്പെട്ട വേദങ്ങളാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. വേദങ്ങൾ എന്ന് പറയാം. ഈ വേദങ്ങൾ എവിടെ നിന്ന് വന്നു? വേദവ്യാസ മഹർഷിയാണ് വേദങ്ങളെ വിഭജിച്ചത് കൊണ്ടാണ് വേദസംഹിതകളെ വാണികളെ അമരവാണികളെ അല്ലെങ്കിൽ നമ്മുടെ പണ്ഡിതന്മാരുടെ അമരവാണികളെ നാലായിട്ട് എല്ലാ സംഹിതകളും ഒരുമിച്ചിട്ട് അവയെ നാലായിട്ട് വിഭജിച്ച് 4 ശിഷ്യന്മാർക്ക് കൊടുക്കുകയായിരുന്നു വേദവ്യാസ മഹർഷി ചെയ്തത്. അതുകൊണ്ടാണല്ലോ അദ്ദേഹത്തിന് വേദവ്യാസൻ, വേദത്തെ വ്യസിച്ചവൻ എന്ന അർത്ഥത്തിൽ വേദവ്യാസൻ എന്ന് കൃഷ്ണദ്വൈപായനൻ എന്ന മഹർഷിക്ക് പേര് കിട്ടിയത്. കൃഷ്ണദ്വൈപായനൻ, അതായത് കൃഷ്ണൻ എന്ന കറുത്തവൻ എന്നാണ് അർത്ഥം. കറുത്ത നിറമുള്ള ദ്വീപിൽ ജനിച്ചവൻ ദ്വൈപായനൻ എന്ന വേദവ്യാസ മഹർഷി. വേദത്തെ വ്യസിച്ചപ്പോൾ മുതൽ അദ്ദേഹത്തിനെ വേദവ്യാസൻ എന്ന് നമ്മൾ അറിയാൻ തുടങ്ങി. അങ്ങനെ വ്യാസ മഹർഷി ഈ വേദസംഹിതകളെ, അതായത് വിശ്വാമിത്രൻ, അതുപോലെ വസിഷ്ഠൻ, വാമദേവൻ മുതലായവരുടെ പൗരാണിക ആചാര്യന്മാരുടെ അമരവാണികളാണ്. ആ വാണികളെ അവർ പറഞ്ഞുകൊടുത്ത സംഹിതകളെ സ്വരൂപിച്ച് വിഭജിച്ച് കൊടുത്തത് തൻ്റെ ശിഷ്യന്മാരായ 4 പേർക്കാണ്. പൈലൻ, വൈശമ്പായൻ, അതുപോലെ തന്നെ ജൈമിനി, സുമന്തു. ഈ 4 ശിഷ്യന്മാർക്ക് വ്യാസമഹർഷി കൊടുത്തിട്ട് പറഞ്ഞു, ഇത് നിങ്ങൾ ഈ വികസിപ്പിച്ച് സാധാരണ മനുഷ്യന് പഠിക്കത്തക്ക വിധത്തിൽ, അവരുടെ ജീവിതത്തിന് മാർഗദർശിയാക്കത്തക്ക വിധത്തിൽ, അവർക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്ന വിധത്തിൽ, ആത്മീയമായും ഭൗതിക ജീവിതത്തിലും മാത്രമല്ല ആധ്യാത്മിക ജീവിതത്തിലും അവർക്ക് അറിവുണ്ടാകുന്ന വിധത്തിൽ അവരെ ഉയർത്താൻ പറ്റുന്ന രീതിയിൽ ഇത് വികസിപ്പിച്ചെടുക്കണം. ഇങ്ങനെ ഓരോരുത്തർക്കും കൊടുത്തിട്ട് അവരോട് ശിക്ഷ, വ്യാകരണം, അതുപോലെ തന്നെ ഈ മന്ത്രങ്ങൾ, ഗദ്യവും പദ്യവുമായിട്ടുള്ള ഈ മന്ത്രങ്ങൾ, അതിനുള്ള ചൊല്ലാനുള്ള അവർക്ക് അതിൻ്റെ വൃത്തങ്ങൾ, ഛന്ദസ് വൃത്തം, ആ വൃത്തത്തിലെല്ലാം ഇതെഴുതി ഭംഗിയാക്കി നല്ല ആധുനിക, അതായത് അന്നത്തെ കാലഘട്ടത്തിൽ മനുഷ്യർക്ക് മനസ്സിലാകുന്ന സംസ്കൃത ഭാഷയിൽ വികസിപ്പിച്ചെടുക്കുവാനായിട്ട് അവർക്ക് നിർദ്ദേശം കൊടുത്തു. അവരത് ചെയ്തു. എങ്ങനെയാണ്? ഈ 4 പേരെ കൊണ്ട് മാത്രം ഇത് ചെയ്യുന്ന ഒരു പരിപാടി യജ്ഞമായിരുന്നില്ല. വ്യാസമഹർഷിയുടെ മേൽനോട്ടത്തിൽ ഈ 4 ശിഷ്യന്മാരും അവരുടെ മക്കളും അവരുടെ ശിഷ്യന്മാരും ഉൾപ്പെടെ 22 പേര്, അതായത് 4 കൂടാതെ 17 ശിഷ്യന്മാരും 22 പേരും അങ്ങനെ വ്യാസം ഉൾപ്പെടെ ചേർന്നാണ് അനേക കാലത്തെ ഒരു യജ്ഞം കൊണ്ടാണ് അവർ ഇത് വികസിപ്പിച്ചെടുത്തത്. ഈ വേദം 4 വേദങ്ങളാക്കി എടുത്തത്. ഋഗ്ഗ, യജുർ, സാമം, അഥർവം എന്നീ 4 വേദങ്ങളാക്കി ഇതിനെ വികസിപ്പിച്ച് എടുത്ത് ഇന്ന് നമ്മുടെ കയ്യിലുള്ള ഈ വേദം ഏതാണ്ട് BC 2000 മുതൽ 5000 ഒരു കാലഘട്ടത്തിലാക്കി നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ ഈ വേദങ്ങൾ ഒന്നും വിമർശനാത്മകമല്ലെങ്കിലും അതിലെ ചില മന്ത്രങ്ങൾ ചിലർക്ക്, അതായത് നമ്മൾ ഓർക്കുക, നമ്മളിന്ന് ജീവിക്കുന്ന 21-ാം നൂറ്റാണ്ടിലാണ്. ഈ വേദങ്ങൾ എഴുതിയത് കാലഘട്ടം എത്രയാണെന്ന് ഓർക്കുക. അന്നത്തെ വാക്കുകളും വാചകങ്ങളും അന്നത്തെ
വാക്കുകളുടെ അർത്ഥങ്ങളും മാറിയിട്ടുണ്ടാവാം, പക്ഷേ തത്വം മാറുകയില്ല. തത്വം അത് തന്നെയാണ്. അതുകൊണ്ട് ഈ വേദ തത്വം, ഈ വേദത്തിൻ്റെ മന്ത്രത്തിൻ്റെ അർത്ഥം എന്താണെന്ന് നമുക്ക് നോക്കാം. സ്വസ്തി പ്രജാഭ്യാം പരിപാലയന്താം ന്യായേന മാർഗേന മഹീം മഹീഷ. മഹീഷൻ എന്ന് പറഞ്ഞ രാജാവാണ്. രാജാവെന്ന് പറഞ്ഞാൽ അന്ന് രാജാഭരണമായിരുന്നു. ഇന്ന് ഭരണാധികാരിയാണ്. ഇന്ന് പ്രധാനമന്ത്രിയാകാം, മുഖ്യമന്ത്രിയാകാം. അവർ മഹീം, അതായത് ഭൂമിയെ സംരക്ഷിക്കണം, അതായത് രാഷ്ട്രത്തെ സംരക്ഷിക്കണം. രാഷ്ട്രത്തെ സംരക്ഷിക്കണമെങ്കിൽ ആദ്യമായിട്ട് പ്രജകളെ സംരക്ഷിക്കണം. സ്വസ്തി പ്രജാഭ്യാം, പ്രജകൾക്ക് അതായത് ജനങ്ങൾക്ക് സൗഖ്യവും സന്തോഷവും ഉണ്ടാകുന്ന രീതിയിൽ അവരുടെ ജീവിതം സ്വസ്ഥമാക്കണം. ന്യായേന മാർഗേന, ന്യായവും നീതിപൂർവമായ രീതിയിൽ അവർക്ക് ഭരണം നടത്തണം. അതായത് ഭരണഘടന അനുസരിച്ച് തന്നെ അവരുടെ കാര്യങ്ങളെല്ലാം നടത്തി കൊടുക്കണം. ന്യായേന മാർഗേന മഹീം മഹീഷ ഗോ ബ്രാഹ്മണേഭ്യ. ഇവിടെയാണ് വിവാദമുണ്ടാകുന്നത്. ഗോ എന്ന് പറഞ്ഞ പശുവല്ലേ. അപ്പോൾ ഗോ ബ്രാഹ്മണേഭ്യായ, പശുക്കളെയും ബ്രാഹ്മണരെയും സംരക്ഷിക്കപ്പെടണം. ഇവിടെയാണ് വിവാദം. എന്തുകൊണ്ട് പശുക്കളെ മാത്രം സംരക്ഷിക്കപ്പെടുന്നു മൃഗങ്ങൾ, എന്തുകൊണ്ട് മനുഷ്യരിൽ ബ്രാഹ്മണരെ മാത്രം സംരക്ഷിക്കപ്പെടുന്നു? ഇവിടെയാണ് അർത്ഥത്തിൻ്റെ വ്യാഖ്യാനം തെറ്റായിട്ട് വ്യാഖ്യാനിക്കപ്പെടുന്നത്. അന്നത്തെ കാലത്ത്, ആ കാലഘട്ടത്തിൽ ഒരു മനുഷ്യൻ്റെ സമ്പാദ്യം സമ്പദ് വ്യവസ്ഥിതി കണക്കാക്കിയിരുന്നത് അവർക്ക് എത്ര പശുക്കളുണ്ട്, പശു എന്ന സമ്പദ് വ്യവസ്ഥിതി എന്നേ അർത്ഥമുള്ളൂ. ധനം എന്നാണ് അർത്ഥം, അല്ലാതെ മൃഗങ്ങൾ എന്നല്ല അർത്ഥം. അന്നത്തെ ജനങ്ങളുടെ ഒരു ജീവിത മാർഗവും വരുമാന മാർഗവും ഒക്കെ പശു വളർത്തലും കൃഷിയുമൊക്കെ ആയിരുന്നു. അതാണ് ഭൂമിയെ സംരക്ഷിക്കണം, മഹീം മഹീഷ, സംരക്ഷിക്കപ്പെടണം, ഭൂമിയെ സംരക്ഷിക്കണം എന്ന് പറയുന്നതിൻ്റെ അർത്ഥമാണ്. ജനങ്ങൾ ജീവിക്കണമെങ്കിൽ ഭൂമിയെ സംരക്ഷിക്കപ്പെടണം. ഭൂമിയെ സംരക്ഷിക്കപ്പെടണമെങ്കിൽ ജനങ്ങൾക്ക് തൊഴിൽ വേണം, ജനങ്ങൾക്ക് അവരുടെ ഒരു ജീവിത മാർഗമുണ്ടാകണം. ആ ജീവിത മാർഗം തെളിയണേ കൃഷി വേണം. കൃഷി വേണമെങ്കിൽ പശുക്കളുണ്ടാവണം, സമ്പത്തുണ്ടാകണം രാജ്യത്ത്. അതുപോലെ തന്നെ പശു ആണെങ്കിൽ തന്നെ പശുവിൻ്റെ ചാണകവും മൂത്രവും ഇതൊക്കെയായിരുന്നു അന്ന് കൃഷിക്ക് വേണ്ട വളങ്ങൾ. അന്ന് രാസവളങ്ങളൊന്നും ഉണ്ടായിരുന്ന കാലമല്ല. അപ്പോൾ അതൊക്കെ മാർഗമായിരുന്നത്. ഇതെല്ലാം സംരക്ഷിക്കപ്പെടേണ്ടത് ഭരണാധികാരിയുടെ കർത്തവ്യമാണ്. ഗോ ബ്രാഹ്മണേഭ്യ, ബ്രാഹ്മണം. അപ്പം പശു എന്നാൽ സമ്പത്താണ്. സമ്പത്ത് സംരക്ഷിക്കപ്പെടണമെങ്കിൽ, രാഷ്ട്രത്തിൻ്റെ സമ്പദ്ഘടന ശക്തമാക്കണമെങ്കിൽ ഇവിടെ ബിസിനസ്, വ്യവസായം, കൃഷി ഇതെല്ലാം നന്നാകണം. ഇന്നത്തെ കാലഘട്ടത്തിലാണെങ്കിൽ നമുക്ക് പറയാം വൈശ്യരെ സംരക്ഷിക്കണം. അന്ന് വൈശ്യരായിരുന്നു. വൈശ്യരും ബ്രാഹ്മണരും ബിസിനസ് ചെയ്യുകയും സമ്പദ്ഘടന വളർത്തുകയും ചെയ്യുന്നവർ വൈശ്യരായിരുന്നു, കച്ചവടക്കാർ. ഇന്ന് നമുക്ക് പറയാം ആരൊക്കെയാണ്? ഇന്ന് അംബാനി, അദാനി, ടാറ്റ, ബിർള, എം.എ. യൂസഫലി, അതുപോലെ ജോയി അലിക്കസി, അതുപോലെ ധാരാളം പേർ. ഇവരെല്ലാം ബിസിനസ് ചെയ്ത് രാഷ്ട്രത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയെ ശക്തമാക്കുന്നവരാണ്. അവരെ സംരക്ഷിക്കപ്പെടണം. അതായത് ബിസിനസ് ഉയരണം, വളരണം, ഇതാണ് അർത്ഥം. അതുപോലെ തന്നെ ഗോ ബ്രാഹ്മണേഭ്യ. എന്താണ് ബ്രാഹ്മണൻ എന്ന് പറഞ്ഞാൽ? ബ്രാഹ്മണർ മാത്രം മതിയോ? നായരും ഈഴവരും അതുപോലെ ദളിതരും ഇവരൊക്കെ സംരക്ഷിക്കപ്പെടണ്ടേ? ഇതാണ് നമ്മുടെ വിമർശകരുടെ ചോദ്യം. ബ്രഹ്മം എന്നറിയുന്നവനാണ് ബ്രാഹ്മണൻ. ബ്രഹ്മജ്ഞൻ, ബ്രാഹ്മണ എന്നാണ് പറയുന്നത്, ബ്രാഹ്മണൻ എന്നല്ല. ബ്രാഹ്മണ്യത്തെ രക്ഷിക്കണം, അറിവാണ് ബ്രാഹ്മണ്യം. അതായത് പ്രപഞ്ച സൃഷ്ടാവിനെക്കുറിച്ചും, ഈ പ്രപഞ്ചമെല്ലാം സൃഷ്ടിച്ചിരിക്കുന്ന പ്രപഞ്ചനാഥനാണ്. പ്രപഞ്ചനാഥനെക്കുറിച്ചും പ്രപഞ്ച സൃഷ്ടാവിനെക്കുറിച്ചും പ്രപഞ്ചത്തെ സൃഷ്ടിയെക്കുറിച്ചും, അതായത് സൃഷ്ടാവിനെക്കുറിച്ചും സൃഷ്ടിയെക്കുറിച്ചും അതുപോലെ തന്നെ ഇവിടുത്തെ ശാസ്ത്രബോധവും ഉള്ള ഒരു തലമുറ, അറിവുള്ള തലമുറ. പ്രപഞ്ചനാഥൻ അല്ലെങ്കിൽ ഈശ്വര ചിന്തയുള്ളവരും ബ്രഹ്മജ്ഞാനമുള്ളവരും പ്രപഞ്ച സൃഷ്ടികളെക്കുറിച്ച് ഉള്ളതും ശാസ്ത്രബോധമുള്ളതും ശാസ്ത്രജ്ഞാനമുള്ളതുമായ തലമുറകൾ വളർന്നു വരണം, അവരെ വളർത്തിക്കൊണ്ടു വരണം. ഇതാരുടെ കടമയാണ്? ഇതിനെല്ലാം പിന്നിൽ പ്രവർത്തിക്കേണ്ട രാജാവാണ്. ഇവിടെ രാജാവെന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ പ്രപഞ്ചനാഥനെയാണ്, ഭഗവാനെയാണ്, ഈശ്വരനെയാണ്. ഇവരെല്ലാം ഈശ്വരൻ്റെ മുമ്പിൽ രാജാവ് പോലും പ്രജയാണെന്നുള്ളത് ഓർക്കണം. രാജാവിൻ്റെ മുമ്പിൽ മറ്റുള്ളവരെല്ലാവരും പ്രജകളാണെന്ന് ഓർക്കണം. അപ്പോൾ ഇവിടെ ബ്രാഹ്മണരും ക്ഷത്രിയരും വൈശ്യരും ശൂദ്രനും എല്ലാം. ആരാണ് ക്ഷത്രിയർ എന്ന് പറയുന്നത്? നമ്മുടെ അതിർത്തികളിൽ നമ്മുടെ രാജ്യത്തിന് വേണ്ടി കഷ്ടപ്പാട് സഹിച്ച് രാജ്യസംരക്ഷണം നടത്തുന്ന ക്ഷത്രിയർ, അതായത് നമ്മുടെ പട്ടാളക്കാർ, നമ്മുടെ സൈനികർ, അവരാണ് ക്ഷത്രിയർ. അങ്ങനെയായിരുന്നു ജാതി വിഭജനം. അല്ലാതെ ഇവിടെ ബ്രാഹ്മണർ
ഉയർന്നും ദളിതര് താഴെയും എന്നുള്ള ഒരു അർത്ഥത്തിലല്ല ഇവിടെ ഈ മന്ത്രത്തെ വ്യാഖ്യാനിച്ചിരിക്കുന്നത്. ബ്രാഹ്മണേഭ്യ, അപ്പോൾ ബ്രഹ്മജ്ഞാനമുള്ളവരെയും ശാസ്ത്രബോധമുള്ളവരെയുമായ തലമുറ, അറിവുള്ളവരുടെ തലമുറ, വിദ്യാഭ്യാസം ഇതെല്ലാം വളർന്നു വരണം. അങ്ങനെ നോക്കുമ്പം ആരാണ് ബ്രാഹ്മണർ? ശ്രീനാരായണ ഗുരുദേവൻ ജനിച്ചത് ഈഴവ കുലത്തിലായിരുന്നുവെങ്കിലും അദ്ദേഹം ബ്രഹ്മജ്ഞാനിയായിരുന്നു, ബ്രാഹ്മണനായിരുന്നു. ഡോക്ടർ അബ്ദുൽ കലാം അദ്ദേഹത്തെ പോലെ ശാസ്ത്രബോധമുള്ളവർ ആരാണ് ഭാരതത്തിലുള്ളത്? അദ്ദേഹം ബ്രഹ്മജ്ഞാനിയാണ്, അല്ലെങ്കിൽ ശാസ്ത്രബോധമുള്ളവരാണ്, ബ്രാഹ്മണനായിരുന്നു. അതുപോലെ ചട്ടമ്പി സ്വാമികൾ ദളിതനായി ജനിച്ച നമ്മുടെ ആരാണ്? തൈക്കാട്ട് അയ്യാവു സ്വാമികൾ, അതുപോലെ തന്നെ അയ്യങ്കാളി, മഹാത്മാ അയ്യങ്കാളി, ഇവരെല്ലാവരും ദളിതരൊക്കെ ആയിരുന്നുവെങ്കിലും ജന്മം കൊണ്ടാണ്, പക്ഷേ കർമ്മം കൊണ്ട് അവരെല്ലാം ബ്രാഹ്മണരായിരുന്നു. അങ്ങനെ ബ്രഹ്മജ്ഞാനികളെ വളർത്തണമെന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അല്ലാതെ ഇന്നത്തെ ജാതി ചിന്ത, ജാതി വ്യവസ്ഥയുടെ അടിസ്ഥാനത്തിലുള്ള പരമ്പരാഗതമായിട്ടുള്ള ജാതിയിലുള്ള ബ്രാഹ്മണരെ എന്ന് ഈ മന്ത്രത്തിൽ ഉദ്ദേശിച്ചിട്ടില്ല. അങ്ങനെയൊരു ജാതി വ്യവസ്ഥ അന്നത്തെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നോ എന്നും സംശയമാണ്. അപ്പോൾ ബ്രാഹ്മണേഭ്യ ശുഭമസ്തു നിത്യം, ഇത്രയൊക്കെ സംരക്ഷിച്ചു കഴിഞ്ഞാൽ ലോക സമസ്ത സുഖിനോ ഭവന്തു, ലോകത്തിലുള്ള സകലർക്കും സുഖമുണ്ടാകും, സന്തോഷമുണ്ടാകും. ലോകം തന്നെ ഒരു സുഖമായി ജീവിക്കാനുള്ള ഒരു അവസ്ഥയിലോട്ട് മാറും. അതാണിവിടെ പരാമർശിക്കപ്പെട്ടിരിക്കുന്ന യഥാർത്ഥ അർത്ഥം. അതാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നതും. അങ്ങനെയൊരു കാലഘട്ടം വരാനാണ്. നമുക്കറിയാം, ഇവിടെ വലിയ കുലങ്ങളിൽ ജനിച്ചതുകൊണ്ട് ആരും വലിയവരാകുന്നില്ല. ഞാൻ വലിയവനാണ്, നിങ്ങൾ ചെറിയവനാണെന്നുള്ള ചിന്ത മനസ്സിൽ വരുമ്പോഴാണ് ഇതുപോലുള്ള ഡിസ്ക്രിമിനേറ്റീവ് തോട്ട്സ് എല്ലാം നമ്മുടെ മനസ്സിൽ വരുന്നത്. ഇവിടെ അങ്ങനെയൊരു ചിന്തയല്ല ഇവിടെയുള്ളത്. മനസ്സിലുള്ളത്, അതായത് ആരായിട്ട് ജനിച്ചാലും കർമ്മം കൊണ്ടവർ ഉയരണം, കർമ്മം കൊണ്ട് അവർ ബ്രഹ്മജ്ഞാനികൾ ആയിത്തീരണം എന്നാണ് ഇവിടെ നമ്മുടെ ആചാര്യന്മാർ വിവക്ഷിച്ചിരിക്കുന്നത്. അതായത് ഇതാണ് ഈ മന്ത്രത്തിൻ്റെ അടിസ്ഥാനപരമായ തത്വവിചാരം. ഇങ്ങനെയാണ്: ഓം ലെറ്റ് ദി പ്രോസ്പെരിറ്റി ബി ഗ്ലോറിഫൈഡ്. ജനങ്ങൾക്ക് സ്വസ്തി പ്രയാപ്യം, പ്രജകളുടെ ജീവിതം ധന്യമാകട്ടെ. ലെറ്റ് ദി റൂളേഴ്സ് റൂൾ ദി വേൾഡ് വിത്ത് ലോ ആൻഡ് ജസ്റ്റിസ്. ഭരണഘടനയ്ക്ക് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ അധിഷ്ഠിതമായ ഭരണം നടപ്പാക്കുക. അതുപോലെ തന്നെ ലെറ്റ് ദ എറ്റേണൽ ട്രൂത്ത് be enlightened, let be protected. അതും ഭരണാധികാരികളുടെ കടമയാണ്. അത് മുഖ്യമന്ത്രിയാകാം, പ്രധാനമന്ത്രിയാകാം, അവർ അത് ചെയ്തിരിക്കണമെന്നാണ്. അതാണ് പറഞ്ഞത്, ലെറ്റ് ദി പീപ്പിൾ ഓഫ് ദി ഹോൾ വേൾഡ് ബി ഹാപ്പി, ലോക സമസ്ത സുഖിനോ ഭവന്തു. ഈ മന്ത്രങ്ങൾ അത്രയേ ഉള്ളൂ. നമ്മൾ നീതിസാരത്തിൽ ഒരു ശ്ലോകമുണ്ട്: രൂപയൗവന സമ്പന്ന വിശാല കുലസംഭവ വിദ്യാഹീന ന ശോഭന്തേ നിർഗന്ധ ഇവ കിംശുക. നമ്മൾ വലിയ കുലങ്ങളിൽ ജനിച്ചു, വലിയ അച്ഛനമ്മമാരുടെ പേര് കേട്ട കുടുംബങ്ങൾ, തറവാടുകളിലെ വലിയ അച്ഛനമ്മമാരുടെ മക്കളായിട്ട് സമ്പന്ന കുടുംബങ്ങൾ ജനിച്ചു. സുന്ദരന്മാരും സുന്ദരികളുമാണ്. പക്ഷേ വിദ്യാഭ്യാസമില്ല, അറിവില്ല. വിദ്യാഭ്യാസമില്ലെങ്കിൽ അവരെ സമൂഹം തഴയും, ഒറ്റപ്പെടുത്തും. അതാണ് പറയുന്നത്, മുരിക്കും പൂവിലെ വിശാല കുലസംഭവ വിദ്യാഹീന ന ശോഭന്തേ നിർഗന്ധാമിവ കിംശുക. മുരിക്കും, മണമില്ലാത്ത, ഗന്ധമില്ലാത്ത മുരിക്കും പൂവിനെ പോലെ പൂക്കൊട്ടയിൽ നിന്നും അവരെടുത്ത് പുറത്ത് കളയുന്നത് പോലെ സമൂഹം നമ്മളെ ഒറ്റപ്പെടുത്തും. അതുണ്ടാകാതിരിക്കണമെങ്കിൽ അറിവുണ്ടാകണം, ജ്ഞാനമുണ്ടാകണം, നമുക്ക് വിദ്യാഭ്യാസമുണ്ടാകണം. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് ഒരു സമൂഹം നമുക്കുണ്ടായി വരണം. അതായത് ഭാരതത്തിൽ ഒരു കാര്യം മനസ്സിലാക്കുക, ഇവിടെ ജാതിയോ മതത്തിനോ ഒന്നുമല്ല പ്രസക്തി. ഇന്നത്തെ കാലഘട്ടത്തിലെ പ്രസക്തി എന്ന് പറയുന്ന സമൂഹം ഒറ്റക്കെട്ടായി വളരുകയാണ്. എന്നാൽ ഇവിടെ ജാതിയില്ല, മതമില്ല എന്ന് പറയരുത്. അങ്ങനെ ആരും പറഞ്ഞിട്ടില്ല. ശ്രീനാരായണ ഗുരുദേവൻ പറഞ്ഞിട്ടില്ല ജാതിയില്ല എന്ന്. ജാതിയാകാം, പക്ഷേ ജാതി ചിന്ത പാടില്ല എന്ന് ഗുരുദേവൻ പറഞ്ഞിട്ടുണ്ട്. മനുഷ്യന് ജാതിയാവാം, ജാതി ചിന്ത, ഇത് തമ്മിൽ വ്യത്യാസമുണ്ട്. ജാതി ചിന്ത, ഞാൻ ഉയർന്നവനാണ്, അല്ലെങ്കിൽ നീ ദളിതനാണ്, അല്ലെങ്കിൽ ഞാൻ ദളിതനായിപ്പോയല്ലോ, നീ ഉയർന്നവനാണല്ലോ, അവിടെ ഒരു വിദ്വേഷ ചിന്ത അവിടെ ആവശ്യമില്ല. ജാതി നിർത്താൻ നമുക്കൊരിക്കലും പറ്റില്ല, അതിങ്ങനെ തുടർന്നു കൊണ്ടേയിരിക്കും. പക്ഷേ ഞാൻ നായരാണ്,
അല്ലെങ്കിൽ ഞാൻ ദളിതനാണ്, നീ മറ്റൊരു ജാതിയിൽപ്പെട്ടവനാണ്, ഇങ്ങനെ ചിന്ത പാടില്ല എന്നാണ് ഗുരുദേവൻ പറഞ്ഞിരിക്കുന്നത്. മതമാകാം, പക്ഷെ മതചിന്ത പാടില്ല. എല്ലാവരും ഒരുപോലെ സർവ്വമതങ്ങളും തുല്യരാണ്, പക്ഷെ മതങ്ങളില്ലെന്ന് പറയുന്നില്ല. ഭാരതത്തിലെ സർവ്വമതങ്ങൾക്കും എല്ലാ മതങ്ങൾക്കും അവനവൻ്റെ വിശ്വാസങ്ങളെ കാത്തു സൂക്ഷിക്കാൻ അവകാശമുണ്ട്. വിശ്വാസങ്ങൾ എന്ന് പറയുന്നത് ഭാരതത്തിലെ പല മതങ്ങളുണ്ട്. ഈ മതങ്ങളെല്ലാം കേവല വിശ്വാസങ്ങളാണ്, ഇല്ലേ? നമ്മുടെ രാഷ്ട്രത്തിൻ്റെ സംസ്കാരമൊന്നല്ല അതിനെ പറയുന്നത്, വിശ്വാസങ്ങൾ. അത് അവനവന് ഇഷ്ടമുള്ള വിശ്വാസങ്ങൾ നമ്മൾ വച്ചു പുലർത്തുവാൻ, വിശ്വസിക്കാൻ, ഇഷ്ടമുള്ള ദേവന്മാരെ ആരാധിക്കാൻ, ഇഷ്ടമുള്ള മതം സ്വീകരിക്കാൻ നമുക്ക് സ്വാതന്ത്ര്യമുണ്ട്. അത് നമുക്ക് നടത്താൻ സാധിക്കും. പക്ഷേ അത് എന്താണ്? രാഷ്ട്ര സംസ്കാരം എന്ന് പറയുന്നത് ഈ മതങ്ങളുടെയും ജാതികളും എല്ലാവരും കൂടിയ ഒരേ ഒരു സംസ്കാരമേ ഭാരതത്തിലുള്ളൂ. അത് ഭാരത സംസ്കാരമാണ്. അതിന് തന്നെ പറയുന്ന പേരാണ് സനാതനധർമ്മം. എല്ലാ മതങ്ങളെയും എല്ലാ ജാതിയിൽപ്പെട്ടവരെയും എല്ലാ വിഭാഗങ്ങളെയും അവരവരുടെ സ്വാതന്ത്ര്യമനുസരിച്ച്, ഇഷ്ടമനുസരിച്ച് വിശ്വാസങ്ങൾ മുറുക്കെ പിടിച്ചുകൊണ്ട് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യമുള്ള ഒരു നാട്, ഒരു സംവിധാനം, അങ്ങനെയുള്ള ഒരു പ്രപഞ്ച സംവിധാനമാണ് സനാതനധർമ്മം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ പരസ്പര വിദ്വേഷത്തിനോ പരസ്പര വർഗീയത ചിന്തകൾക്കോ ഉണ്ടാക്കേണ്ട കാര്യമില്ല. ഈ മന്ത്രങ്ങളെല്ലാം നമ്മൾ പറഞ്ഞത് മനുഷ്യൻ്റെ ഉയർച്ചയ്ക്ക് വേണ്ടി, ജീവിതം ധന്യമാക്കാൻ വേണ്ടി നമുക്കുള്ള ഒരു മാർഗമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഇത് വിശദീകരിക്കാനാണ് ഞാൻ ഇത്ര സമയമെടുത്തത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.